ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് തഞ്ചാവൂര് പോവാണ്. നമ്മൾ പോണത് പറഞ്ഞാല് നമ്മളെ തുണക്കാരന്റെ അടുത്തേക്കാണ്. തുണക്കാരന്റെ ഏട്ടന്റെ കല്യാണം കൂടാണ് നമ്മൾ പോണത്. നമ്മള് രണ്ടാളാ പോണത്. അപ്പൊ കാണിച്ചെടുത്ത എന്തായാലും ഞാനും ഇവനാണ് പോണത്. അപ്പൊ നമ്മളവിടെ എന്തായാലും ഞങ്ങളവിടെ തിമിർക്കാൻ പോകണം. അവിടുത്തെ കല്യാണം കൂടാനൊക്കെ. അപ്പൊ അവിടുത്തെ കാഴ്ചകളായിട്ട് നമുക്ക് അങ്ങനെ കാണാം. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1, 2, 3 പാർട്ടായിട്ടാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളും പിന്നെ അതെ അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അവിടെ എന്താ വെച്ചാല് ട്രഡീഷണൽ ആയി കാണുമ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. ഒക്കെ ഞാൻ യൂട്യൂബിൽ തപ്പിയിട്ടാണ് ഞാൻ പോണത്. പിന്നെ അവിടെ കുറെ ടെമ്പിൾസും കാര്യങ്ങളും കുറച്ച് കാണാനുണ്ട്. അതൊക്കെ അവിടെ കാണാനുണ്ട്. അപ്പൊ അതൊക്കെ നമ്മള് കണ്ടിട്ട് കാര്യം ഇൻഷാല്ലാ വരിക. എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇവരൊന്നും എന്തായാലും ഇല്ല, ഈ ചങ്ങായിമാരൊന്നും ഇല്ല. കല്യാണത്തിന് കൊണ്ട് അല്ല നിങ്ങൾ പറയും ഒരാളെ പിന്നെ ഓന്റെ കല്യാണമല്ല, ഓന്റെ ഏട്ടന്റെ കല്യാണം. പിന്നെ പറയാ ഓന്റെ മാനിയല്ലേ നമ്മൾ പറയാതൊക്കെ അല്ലേ അത്. ഇവർക്കൊന്നും വൈബില്ല. ആദ്യം നമ്മള് നിലമ്പൂർ ടു തൃശ്ശൂര് നിർത്തൂലേ. അവിടുന്ന് നമ്മള് ടിക്കറ്റ് ബുക്ക് ചെയ്തത് തൃശ്ശൂർ ടു തഞ്ചാവൂരാണ്. 12:15 MP കോട്ടയിൽ കിട്ടിയ സീറ്റ്. അതൊന്നും പറയണ്ട എന്തിനാ. അപ്പൊ അവിടുന്ന് നമ്മള് തൃശ്ശൂർ ടു തഞ്ചാവൂര് 12:15 ട്രെയിൻ എടുക്കണേ. അവിടെ ഏകദേശം ഒരു 3 മണി ചിലപ്പോ മൂപ്പര് വന്ന് ചോദിച്ചാൽ കൊടുക്കേണ്ടി കേട്ടോ. എന്താ പേര്? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സുബിനെ വിളിക്കാം. അതെ, സുബിൻ തൂക്കാൻ തുടങ്ങി. ഇറങ്ങിപ്പോ ഞാനോ എടുത്തിട്ടില്ല. എന്തായാലും ഈ ബോഗിയില് ഇവിടെ നിലമ്പൂർ എടുക്കോളം ആകെ 2 ആളേ ഉള്ളൂ. ഞാനും അവനും പിന്നെ 3 ആള്. ഞാനും അവനും പിന്നെ വേറെ ഒരുത്തനന്മാരാണ് അപ്പുറത്തുള്ളത്. വേറെ ആരുമില്ല. എല്ലാ വിഷയത്തിരിക്കുക അവിടെ ഒന്നും അതി. അപ്പൊ ഗൈസ്, എന്തായാലും ഒരു 14 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തഞ്ചാവൂർ എത്തിയേക്കാണ്. അപ്പോ ഞങ്ങളെ തുണക്കാരെ ഇവിടെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഓനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടുത്തെ അമ്മണി ബസ് സ്റ്റാൻഡ്. അമ്മണി അല്ലേ? അമ്മണി ബസ് സ്റ്റാൻഡ് അല്പം ഉമ്മണിയല്ല, ഉമ്മണിയുണ്ട്. അടിപൊളി അടിപൊളി. പെരിയ കോവിൽ, കുർബാനിധി, വണ്ടി പാക്കട. മലയാളി பாண்டிய தேசம் மதுரை, இன்னொரு தேசம் வந்து பாண்டிய தான் அது. ஹிஸ்டரியை போட்டு நோட் ஆகிக்கிறா உங்களுக்கு கைட்ஸ். தஞ்சாவூர் பெரிய தஞ்சாவூர் ஒரு இடம் கூட வைக்கல, எல்லாத்துலயும் வந்துருக்காங்க. ഈ തമിഴന്മാര് പറ്റിച്ചടാ.
எனக்கு தெரியாது ஆனா அது பெரிய ஷேடோ மேன். ஃபேக் நம்பர் 1. നമ്മളെന്തായാലും ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാൻ പോകണം. പോയോട്ടെ എന്താ അവസ്ഥ എന്നാണ്. ഇതാണ് ഇവിടെ ഏറ്റവും ആകർഷണമായ ഒരു സംഭവം. ഈ സാധനം കൽപ്പന്തൽ എന്നതിന് പറയാം. ഈ സാധനം ഫുള്ള് കല്ലോട് നിർമ്മിച്ച ഒരു പന്തലാണ്. അതിൻ്റെ ഉള്ളില് ഓലൊരു ദൈവമുണ്ട്. കാണാൻ തന്നെ വേറൊരു ലെവല്. ടെമ്പിളിന്റെ സ്ട്രക്ചർ ഇതാണ് അതിന്റെ സ്ട്രക്ചർ. ഇതിന്റെ ഷേപ്പുകളോ ആകൃതികളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിന്റെ മുൾഭാഗം, ഇതിന്റെ വിഗ്രഹങ്ങൾ എങ്ങനെയായിരുന്നു ഈ കല്ലൊക്കെ കയറ്റിയിരുന്നതെന്ന് ഇവിടെ കൃത്യമായിട്ടുള്ള കൊടുത്തിരുന്നു. ആന മുഖാന്തരാണ് കല്ലുകളൊക്കെ ഇതിന്റെ മുകൾക്ക് എത്തിച്ചേരുന്നത്. ഈ സാധനം നോക്കിയാൽ ഒരു കല്ല് അതൊരു ഓട്ടം എത്തിയാണ്ട് ടാങ്ക് ആക്കിക്ക. അവിടെയൊക്കെ ഒരു ഹോളുണ്ട്, ഒരു ടാങ്ക് ആക്കിക്ക. എന്താലേ സെറ്റപ്പ് തന്നെ. അപ്പൊ കഴിച്ച് ഈ ഒരു കോവിലകത്തിന്റെ മുഴുവനായുള്ള ഭാഗങ്ങൾ ഏകദേശം നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇവിടെ ആദ്യം തന്നെ ഒരുപാട് എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ കയറി വന്നപ്പോഴേ ഞങ്ങൾക്ക് ഇതുണ്ടായി, ട്രൈപ്പോഡ് ഉണ്ടായി. അത് ഞങ്ങൾക്ക് തന്നെ പിന്നെ ഇതിവിടെ പറ്റൂല, വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ. പിന്നെ ഇതിന്റെ കോവിലത്തിന്റെ ഉള്ളിൽ തന്നെ പിന്നെ ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇതെന്ന് പറയുന്നത് വലിയൊരു അതിശയം തന്നെയാണ്. അതിശയം എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രത്തോളം ആർക്കിടെക്ചർ വർക്കുകളും ഡിസൈനുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചുറ്റുഭാഗം നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം എന്ന് പറഞ്ഞാൽ തന്നെ വരുമ്പോൾ തന്നെ വലിയൊരു പിന്നെ കവാടമുണ്ട്. ആ കവാടം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് പ്രവാസിക്കാനുള്ള വീണ്ടും ഒരു കവാടമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ കാണിച്ചു ടെമ്പിളിൽ നമ്മൾ കയറി കുറച്ച് കഴിഞ്ഞ് അവിടെ കുറച്ച് വീഡിയോ എടുത്തപ്പോഴാണ് അവിടുത്തെ ഒരാളോന്നാണ് നമ്മളോട് പറഞ്ഞു, ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റൂല, യൂട്യൂബാണ് തീരും പറ്റൂല. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഓക്കെ, ആ വീഡിയോ ഒക്കെ ഓൽക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഡിലീറ്റ് ചെയ്ത് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്താണ്ട് ഒന്ന് പറ്റിച്ച് വീണ്ടും റീസൈക്കിൾ പിന്നെ നമ്മൾ എടുത്തു. വേറെ കാര്യം ഒന്ന് കാണിച്ചു കൊടുത്താണ്ട് പോലെ പോന്നു. പക്ഷെ റീൽസും കാര്യങ്ങളൊന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പോലെ പറഞ്ഞത്. യൂട്യൂബ് വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒരു ആക്ഷൻ അതിലുണ്ടായി. ആക്ഷൻ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ആ വീഡിയോന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ ടെമ്പിളിനെ കുറിച്ചാണ്. ആ ടെമ്പിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഡിസൈനും ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് മാത്രല്ല, അതിന്റെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ആ 3 കോവിലും കഴിഞ്ഞാൽ അതിന്റെ ആ നടുമുറ്റത്ത് കിടക്കുന്ന ആ ഒരു മരപ്പന്തലോ അങ്ങനെ എന്തോ ആണെന്ന് പറയാം. മരപ്പന്തൽ അതിനുള്ളിൽ ആ ഒരു പിന്നെ ബിംബം, പിന്നെ അതിന്റെ ആ കോവിലകത്തിന്റെ ടോപ്പ്, പിന്നെ അതിൽ നേലില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ സംഭവം. പിന്നെ നേലിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞങ്ങളവിടെ പോയപ്പോ നേല് കണ്ടു. അതൊരു വേറെ കാര്യം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയുന്നത് നേലില്ല, പക്ഷെ ഞങ്ങളവിടെ പോയപ്പോൾ നേല് കണ്ടു. എന്താണെന്ന് എനിക്കറിയില്ല. ആ ഒരു അമ്പലം കണ്ടപ്പോൾ ഭയങ്കര ആശ്ചര്യമായി. കാരണം എങ്ങനെയാണ് അത്രയും വലിയ കല്ലുകൾ കൊണ്ട് ഇത്ര ഒരു വലിയൊരു അമ്പലം കെട്ടിണ്ടാക്കിയെന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതായത് പിന്നെ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ പോലും കുറെ കൊല്ലങ്ങൾ പണിയെടുത്തുണ്ടാക്കിയിട്ട് വേണ്ടി വരും അങ്ങനത്തെ ഒരു അമ്പലം. നമ്മളെ കാലത്ത് നമുക്ക് ഇപ്പൊ എന്തൊക്കെ സൗകര്യമുണ്ട്, ക്രെയിൻ ഉണ്ട്, മറ്റു പണിക്കാരുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കൊല്ലങ്ങൾ വേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും ഇത്ര പെർഫെക്ഷൻ ആയിക്കോണമെന്ന് നിർബന്ധമല്ല. പക്ഷെ ഇത് അന്നത്തെ കാലത്ത് എത്രയോ കൊല്ലങ്ങൾക്ക് മുൻപേ ഒരു JCB ക്രെയിനോ ഒന്നും യൂസ് ചെയ്യാതെ, അതുപോലെ ആകെ യൂസ് ചെയ്ത് ആനനെ മാത്രമാണെന്ന് പറയുന്നത്. ആന യൂസ് ചെയ്താണ് വലിയ കല്ലുകൾ കൊണ്ടുവരാനും അത് മുകളിലേക്ക് വെക്കാനൊക്കെ ആന യൂസ് ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആനയെ യൂസ് ചെയ്ത് മാത്രം ഇവര് ഉണ്ടാക്കിയെടുത്ത ഈ ഒരു സംഭവം അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് എല്ലാവരും കഴിയുകയാണെങ്കിൽ തഞ്ചാവൂർക്ക് വരുന്നാലൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് വന്നാലും അത് പുറത്താണ്. എന്ന് വെച്ചാൽ വലിയൊരു കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ വലുപ്പം, അത് പിന്നെ ഓലെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളൊരു ആശ്ചര്യം വേറെ. അതിന് പുറമെ അതിന്റെ പെർഫെക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്നല്ല, ആർക്കും വന്നു കഴിഞ്ഞാലും എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന സംഭവിക്കുക അതിന്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു. അത് ഓരോ കല്ലും ഓരോ കൊത്തുപണികൾ എടുത്തിട്ടാണ് അവിടെ വെക്കുന്നത്. അല്ല വെറുതെ കൊണ്ട് വെച്ചക്കല്ല് വരും.
ഇവര് ഇത് കൊണ്ടുപോയി വെച്ചിട്ട് പറഞ്ഞാല് നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ ഓരോ കൊത്തുപണികളാണെങ്കിലും ഓരോ ബിംബങ്ങൾ അധികം നിർമ്മിക്കുകയാണെങ്കിലും ഓരോ ദൈവങ്ങൾ പോലെ നിർമ്മിക്കുകയാണെങ്കിലും എല്ലാം അത്യാവശ്യം പക്ക പെർഫെക്റ്റാ. അതിലൊരു വിട്ടുവീഴ്ച പെർഫെക്ഷൻ ലെവലിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അങ്ങനത്തെ പണിക്കാരാണ്. ഒരു വിട്ടുവീഴ്ച പോലും ചെയ്തിട്ടില്ല. അത്രത്തോളം നല്ല നല്ല കാണാൻ നല്ല ഭംഗിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ എങ്ങനെ ഇവർ ഇതൊക്കെ ഇത് ചെയ്തു വെച്ചു അതൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും. ആ കോവിലത്തിന്റെ ഉള്ളും പുറം മൊത്തത്തിലൊക്കെ ഒന്ന് എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇറങ്ങി പിന്നെ ഞങ്ങളിപ്പോൾ ഞങ്ങളെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നു. ഫ്രണ്ടാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴുണ്ട് ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു. അവിടെ കല്യാണം നടക്കുകയാണ്. അപ്പോൾ കല്യാണത്തിൻ്റെതായുള്ള കുറച്ച് തിരക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പോന ആ മണ്ടിപ്പാച്ചിലും കൂടെയാണ്. ഞാനാണെങ്കിൽ നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ഇതാണല്ലോ, നമ്മൾ ഇതൊക്കെ ഷൂട്ട് ചെയ്താണ്ട് നടക്കുന്നു. അവിടുന്ന് ഷൂട്ട് ചെയ്യണമെന്ന് കരുതിയാണ്. പക്ഷെ ആ തന്ത അതിനെ അയച്ചില്ല. അവിടുത്തെ ആള് ഇതിന് സമ്മതിച്ചില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്തു, പുറത്തുനിന്ന് എടുക്കാന്നായിരുന്നു. അവിടുന്ന് അങ്ങനെ പോകുന്നു. എന്തായാലും ഈ തഞ്ചാവൂർക്ക് വന്ന ഈ ഒരു വീഡിയോ ഞാനൊരു 1 2 മാക്സിമം 3 വീഡിയോ കണ്ടാണ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേറെ എന്തായാലും കൂടുതല. അപ്പോൾ ഈ ഒരു വീഡിയോ ആണ്. ഇതിൽ വല്ലാതൊന്നുമില്ല. ഈ ഒരു തഞ്ചാവൂരത്തെ ഞങ്ങൾ അവിടുന്ന് കയറിയതും ഇവിടെ വന്നിറങ്ങിയതും പിന്നെ ഈ ഒരു കോവിലകം ഈ 3 സംഭവമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്തായാലും വീട്ടിൽ വന്നു. ഇന്ന് രാത്രി ഇവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് ക്യാപ്ചർ ചെയ്താണ്ട് അതൊരു വീഡിയോ കണ്ട് വരും, തീർച്ചയായും കണ്ട് വരും. അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് ഷോട്ടുകളേ ഉള്ളൂ. കുറേ ഷോട്ടുകൾ എനിക്ക് തോന്നുന്നുണ്ട് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ചും കൂടെ ഒക്കെ എടുക്കണം എന്ന് കരുതിയിരുന്നു. പക്ഷേ മുപ്പര് അങ്ങനെ അന്ന് അപ്പം പറഞ്ഞുകൊണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. എന്തായാലും റീൽസിലൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു ജൂലൈ മാസത്തിൽ ഇങ്ങനെ തഞ്ചാവൂർക്ക് വരുന്ന വലിയ ബുദ്ധിയില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ പേരും ചൂട് പറഞ്ഞാല് നമ്മളെ കേരളത്തിൽ അതേമാതിരിക്കൊന്നല്ല. ഇപ്പൊ കേരളത്തിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ നിങ്ങോട്ട് പോരുമ്പോൾ ഒരു മാറ്റം നല്ലോണം അറിയുന്നുണ്ട്. പെരും ചൂടാണ്. ഞങ്ങൾ കോവിലകം ഒന്ന് ചുറ്റി കഴിഞ്ഞ് നേരെ ഇറങ്ങിയത് എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇവന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ 40 കിലോമീറ്റർ വരണം. 40 കിലോമീറ്റർ ഈ മൊത്തം വെയിലത്താണ് ഞങ്ങൾ പോകുന്നത്. ഇങ്ങോട്ട് എത്തിയപ്പോത്തിന് ഏകദേശം കഴിഞ്ഞിരുന്നു. ആകെ ഇല്ലാണ്ടായി. ഇവിടെ ഇരുന്നിപ്പോ റെസ്റ്റിലാണ്. ഞങ്ങളൊക്കെ 2 ആൾ റെസ്റ്റിലാണ്. ഇത് കഴിഞ്ഞ് വൈകുന്നേരമാണ് എങ്ങോട്ടേലും പോകണമെങ്കിൽ. അത് കഴിഞ്ഞ് രാത്രി ഇവിടെ പരിപാടി ഉണ്ട്. ഇന്ന് ഓക്കെ, അടുത്തൊരു തഞ്ചാവൂർത്തെ വിശേഷങ്ങൾ പോയാണ്ട് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.